everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 13th lecture on the subject Income Tax Law and Practice 2. This lecture is based on capital gains, which is the second module in the subject Income Tax Law and Practice 2 for semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about cost of acquisition, and in this lecture, we are going to discuss the balance portion of cost of acquisition and another topic, that is cost of improvement. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ മീനിങ് പഠിച്ചു. ആൻഡ് ദെൻ നമ്മൾ പഠിച്ചിരുന്നു ചില കേസസിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ മീനിങ് ഡസ് നോട്ട് ഹോൾഡ് ആസ് ഗുഡ്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഒരു നോഷണൽ ഫിഗറായിട്ട് എടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് കേസ് കോസ്റ്റ് ടു ദ പ്രീവിയസ് ഓണർ ഡീംഡ് ടു ബി ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ആ ഒരു കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഇനി നമുക്കതിൻ്റെ ബാക്കി കേസസ്, ഇതുപോലെ വരുന്ന ബാക്കി കേസസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് കേസസ് കോസ്റ്റ് ഓഫ് ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ദ കോസ്റ്റ് ഓഫ് ബോണസ് ഷെയർസ് ഓർ സെക്യൂരിറ്റി വിച്ച് ഈസ് റിസീവ്ഡ് ബൈ ദി അസസി വിത്തൗട്ട് എനി പേയ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഹിസ് ഹോൾഡിംഗ് എനി ഫിനാൻഷ്യൽ അസറ്റ്. അസസി ബോണസ് ഷെയറോ സെക്യൂരിറ്റിയോ വിത്തൗട്ട് എനി പേയ്മെൻറ്റ് ഒന്നും ഇല്ലാതെ ഏതെങ്കിലും ഫിനാൻഷ്യൽ അസറ്റിൽ എക്സിസ്റ്റിംഗ് ഹോൾഡിങ്ങിൻ്റെ ബേസിസിൽ റിസീവ് ചെയ്യുകയാണെങ്കിൽ ആ ബോണസ് ഷെയറിൻ്റെയും സെക്യൂരിറ്റിയുടെയൊക്കെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. വെയർ ബോണസ് ഷെയർ ഓർ സെക്യൂരിറ്റി വാസ് റിസീവ്ഡ് പ്രയർ ടു 1st April 2001, ദ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 1st April 2001. ഈ ബോണസ് ഷെയറോ സെക്യൂരിറ്റിയോ 1st April 2001 പ്രയർ ആയിട്ടാണ്, അതിന് മുന്നേ ആണ് റിസീവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 1st April 2001 ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിരിക്കും ബോണസ് ഷെയറിൻ്റെയോ സെക്യൂരിറ്റിയുടെയോ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻ എനി അതർ കേസ് നിൽ, മറ്റേതെങ്കിലും കേസ് ആണെങ്കിൽ ദർ വിൽ ബി നോ കോസ്റ്റ് ഓഫ് ബോണസ് ഷെയർ ഓർ സെക്യൂരിറ്റി. നമുക്കറിയാം ബോണസ് ഷെയർ എന്ന് പറയുന്നത് ഒരു കമ്പനി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻസ് തന്നെയാണ് ഷെയർസിൻ്റെ രൂപത്തിൽ, ബോണസ് ഷെയർസിൻ്റെ രൂപത്തിൽ കൊടുക്കുന്നത്. ഓക്കെ, അത് ഫ്രീ ഓഫ് കോസ്റ്റിനായിരിക്കും കമ്പനി കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ദ തേർഡ് വൺ ഇസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ഗുഡ് വിൽ എക്സെട്ര. സെക്ഷൻ 55 സബ്സെക്ഷൻ 2 ക്ലോസ് എ. അതായത് ഗുഡ് വില്ലിൻ്റെയൊക്കെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻ റിലേഷൻ ടു goodwill of business, a trademark or brand name associated with a business, a right to manufacture, produce or process any article or thing, right to carry on any business or profession, tenancy rights, stage carriage permits or loom hours. അതായത് ഇനി പറയുന്ന കേസിലുള്ള കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എങ്ങനെയാണ്, ഏതൊക്കെ കേസുകളാണ്? ഒരു ബിസിനസ്സിൻ്റെ ഗുഡ് വില്ല്, ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ട്രേഡ് മാർക്കോ ബ്രാൻഡ് നെയിമോ, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളോ തിങ്ങോ മാനുഫാക്ചർ ചെയ്യാനോ പ്രൊഡ്യൂസ് ചെയ്യാനോ പ്രോസസ്സ് ചെയ്യാനോ ഉള്ള റൈറ്റ്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ പ്രൊഫഷനോ ക്യാരി ഔട്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ്, ടെനൻസി റൈറ്റ്സ്, സ്റ്റേജ് ക്യാരേജ് പെർമിറ്റ്സ് ഓർ ലൂം അവേഴ്സ്. ഈ പറഞ്ഞ കേസുകളിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇറ്റ് ഷാൽ ബി ഡിറ്റർമൈൻഡ് ആസ് അണ്ടർ, ഇനി പറയുന്ന രീതിയിലാണ്. ഇഫ് ദ അസറ്റ് ഈസ് പർച്ചേസ്ഡ് ഫ്രം എ പ്രീവിയസ് ഓണർ ദ എമൗണ്ട് ഓഫ് പർച്ചേസ് പ്രൈസ്. അസറ്റ് ഒരു പ്രീവിയസ് ഓണറിൽ നിന്നും പർച്ചേസ് ചെയ്തതാണെങ്കിൽ ദ എമൗണ്ട് ഓഫ് പർച്ചേസ് പ്രൈസ് എത്രയാണോ അതായിരിക്കും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ദെൻ ഇൻ എനി അതർ കേസ്, മറ്റേതെങ്കിലും കേസ് ആണെങ്കിൽ നിൽ, ദർ വിൽ ബി നോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഹവെവർ ദിസ് വിൽ നോട്ട് കവർ ദ കേസസ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 49 സബ്സെക്ഷൻ 1. അതായത് ഇപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നില്ലെന്ന് പറഞ്ഞ കേസസ് ഉണ്ടല്ലോ, അതിൽ സെക്ഷൻ 49 സബ്സെക്ഷൻ 1 പറയുന്ന കേസസ് വരില്ല. കേസ് കവേർഡ് അണ്ടർ സെക്ഷൻ 49 സബ്സെക്ഷൻ 1 കോസ്റ്റ് ടു ദ പ്രീവിയസ് ഓണർ. സെക്ഷൻ 49 സബ്സെക്ഷൻ 1 വരുന്ന കേസസിന് കോസ്റ്റ് ടു ദ പ്രീവിയസ് ഓണർ ആണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കുക. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ദ നെക്സ്റ്റ് കേസസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് റൈറ്റ് ഇഷ്യൂ. സെക്ഷൻ 55 സബ്സെക്ഷൻ 2 ക്ലോസ് എ.
റൈറ്റ് ഇഷ്യൂവിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഇൻ ദ കേസ് വേർ ആൻ അസസി ബൈ ഹോൾഡിംഗ് എ ഷെയർ ഓർ എനി അതർ സെക്യൂരിറ്റി ബിക്കംസ് എൻറ്റൈറ്റിൽഡ്, അതായത് ഓൾറെഡി ഷെയറോ സെക്യൂരിറ്റിയോ ഹെൽഡ് ചെയ്യുന്ന ഒരു അസസി അദ്ദേഹത്തിന് റൈറ്റ് ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ട് അഡീഷണൽ ഷെയർസോ സെക്യൂരിറ്റിയോ നോൺ ആസ് ഫിനാൻഷ്യൽ അസറ്റ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള എൻറ്റൈറ്റിൽമെൻറ്റ് കിട്ടുന്നു. ദെൻ ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഷാൾ ബി, ആ ഒരു കേസിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് എൻറ്റൈറ്റിൽമെൻറ്റ് ഇഫ് ദ അസസി സബ്സ്ക്രൈബ് ടു റൈറ്റ് ഇഷ്യൂ എമൗണ്ട് ആക്ച്വലി പെയ്ഡ് ടു അക്യൂർ ഇറ്റ്. അതായത് അസസി ഈ റൈറ്റ് ഇഷ്യൂ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഈ ഒരു എൻറ്റൈറ്റിൽമെൻറ്റിൻ്റെ ബേസിസിലാണ്, ഓൾറെഡി ഉള്ള ഹോൾഡിംഗ് വഴി ലഭിച്ച എൻറ്റൈറ്റിൽമെൻറ്റിൻ്റെ ബേസിസിലാണ് എന്നുണ്ട്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് റൈറ്റ് ഇഷ്യൂ വിൽ ബി എമൗണ്ട് ആക്ച്വലി പെയ്ഡ് ടു അക്യൂർ ഇറ്റ്. ആക്ച്വലി എത്ര എമൗണ്ട് ആണോ ഈ അഡീഷണൽ ഷെയർസോ സെക്യൂരിറ്റിയോ അക്യൂർ ചെയ്യാനായിട്ട് പേ ചെയ്തത് അതായിരിക്കും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഓക്കെ. If the assessee renounced the right in favor of any other person, nil. ഇനി അസസി തൻ്റെ റൈറ്റ് മറ്റൊരു പേഴ്സണിന് റിനൗൺസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വിൽ ബി നിൽ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഉണ്ടാകില്ല. ദെൻ ഇഫ് ദ അസസി ഹാസ് പർച്ചേസ്ഡ് ദ റൈറ്റ് ടു സബ്സ്ക്രൈബ് ഫോർ ദ അഡീഷണൽ ഷെയർസ് ഓർ സെക്യൂരിറ്റി ഫിനാൻഷ്യൽ അസറ്റ്, purchase price paid to purchase the right plus the amount paid to the company for acquiring the right shares or security. അതായത് ഒരു അസസി ഈ അഡീഷണൽ ഷെയർസിലോ സെക്യൂരിറ്റിയിലോ ഫിനാൻഷ്യൽ അസറ്റിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള റൈറ്റ്സ് പർച്ചേസ് ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ ആ കേസിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു റൈറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പേ ചെയ്ത പർച്ചേസ് പ്രൈസിനോടൊപ്പം ഈ റൈറ്റ് ഷെയർസോ സെക്യൂരിറ്റിയോ അക്യൂർ ചെയ്യാൻ കമ്പനിക്ക് പേ ചെയ്ത എമൗണ്ട്, ഈ പറഞ്ഞ രണ്ട് എമൗണ്ട്സിൻ്റെയും കൂടി ടോട്ടലായിരിക്കും. ഓക്കെ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് അക്യൂർഡ് ബിഫോർ 1/4/2001 സെക്ഷൻ 55 സബ്സെക്ഷൻ 2 ക്ലോസ് ബി സബ്സെക്ഷൻ 1. അതായത് 1/4/2001 മുൻപ് അക്യൂർ ചെയ്ത ഒരു ക്യാപിറ്റൽ അസറ്റിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എങ്ങനെയാണ്? വേർ ദ ക്യാപിറ്റൽ അസറ്റ് ബിക്കെയിം ദ പ്രോപ്പർട്ടി ഓഫ് ദി അസസി ബിഫോർ 1 April 2001, ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ദി അസറ്റ് മേ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദി അസസി ബി ടേക്കൺ ടു ബി എനി വൺ ഓഫ് ദി ഫോളോയിങ്. അതായത് 1 April 2001 മുന്നേയാണ് ക്യാപിറ്റൽ അസറ്റ് അസസിയുടെ പ്രോപ്പർട്ടി ആയത്, അസസി അക്യൂർ ചെയ്തത് എന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് അസസിയുടെ ഓപ്ഷൻ അനുസരിച്ച് ഇനി പറയുന്ന രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഫസ്റ്റ് വൺ, ദ കോസ്റ്റ് ഓഫ് ദി അസറ്റ് ടു ദ അസസി ഓർ ദ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ അസറ്റ് ഓൺ 1 April 2001. അസസിക്ക് ഓപ്റ്റ് ചെയ്യാം ഈ രണ്ടെണ്ണത്തിൽ. ഒന്നുകിൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ് ടു ദ അസസി, ഒന്നുകിൽ അതായിരിക്കും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, അതായത് അസറ്റിൻ്റെ കോസ്റ്റ് ടു ദ അസസി അതായിരിക്കാം കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, അല്ലെങ്കിൽ 1 April 2001 ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി അസറ്റ് അതുമാകാം. ഓക്കെ. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് സെക്ഷൻ 55 സബ്സെക്ഷൻ 1 ക്ലോസ് ബി. നമുക്കറിയാം കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം അസറ്റിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെൻറ്റ്സോ ഓൾട്രേഷൻസോ ഒക്കെ വരുത്തുമ്പോൾ അഡീഷൻസ് ഒക്കെ വരുത്തുമ്പോൾ ഉള്ള കോസ്റ്റാണ്. കോസ്റ്റ് ഓഫ് എനി ഇംപ്രൂവ്മെൻറ്റ് ഇൻ റിലേഷൻ ടു എ ക്യാപിറ്റൽ അസറ്റ് ബീയിങ് ഗുഡ് വിൽ ഓഫ് എ ബിസിനസ് or a right to manufacture, produce or process any article or thing or right to carry on any business or profession shall be taken to be nil. Cost of improvement determine ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇൻ റിലേഷൻ ടു എ ക്യാപിറ്റൽ അസറ്റ്, ഒരു ക്യാപിറ്റൽ അസറ്റ് റിലേറ്റഡ് ആയിട്ട് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഗുഡ് വിൽ ഓഫ് എ ബിസിനസ് ഓർ ഒരു ആർട്ടിക്കിളോ ഒരു തിങ്ങോ മാനുഫാക്ചർ ചെയ്യാനോ പ്രൊഡ്യൂസ് ചെയ്യാനോ പ്രോസസ്സ് ചെയ്യാനോ ഉള്ള ഒരു റൈറ്റ്, ദെൻ ഒരു ബിസിനസ്സോ ഒരു പ്രൊഫഷനോ ക്യാരി ഔട്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ്. ഈ ക്യാപിറ്റൽ അസറ്റ്സ്, ഇപ്പോൾ ഈ പറഞ്ഞ ക്യാപിറ്റൽ അസറ്റ്സിൻ്റെ കേസിൽ ദ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് വിൽ ബി നിൽ. ഈ പറഞ്ഞ ക്യാപിറ്റൽ അസറ്റ്സിൻ്റെ കേസിൽ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇല്ല, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് നില്ലായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ. Then in relation to any other capital asset, മറ്റേതെങ്കിലും ക്യാപിറ്റൽ അസറ്റ് റിലേറ്റഡ് ആയിട്ട് where the capital asset becomes the property of the previous owner or the assessee before 1 April 2001, it means all expenditure of a capital nature incurred in making any additions or alterations to the capital asset on or after
1st April 2001 by the previous owner or the assessee. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ ക്യാപിറ്റൽ അസറ്റ്സ് അല്ലാതെ മറ്റേതെങ്കിലും ക്യാപിറ്റൽ അസറ്റ്സ്. ആൻഡ് ഈ ക്യാപിറ്റൽ അസറ്റ്സ് പ്രീവിയസ് ഓണറുടെയോ അസസിയുടെയോ പ്രോപ്പർട്ടിയായി മാറുന്നത് 1st April 2001 മുന്നേ ആണ് എങ്കിൽ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്യാപിറ്റൽ അസറ്റിൽ പ്രീവിയസ് ഓണറോ ഈ അസസിയോ 1st April 2001 അതിന് ശേഷമോ എന്തെങ്കിലും അഡിഷൻസോ ഓൾട്രേഷൻസോ വരുത്തിയപ്പോൾ ഉണ്ടായ ക്യാപിറ്റൽ നേച്ചറിലുള്ള എല്ലാ എക്സ്പെൻഡിച്ചറിനെയുമാണ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇൻ എനി അതർ കേസ് it means all expenditure of a capital nature incurred in making any additions or alterations to the capital asset by the assessee after it became his property. മറ്റേതെങ്കിലും കേസിലാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു അസസി ക്യാപിറ്റൽ അസറ്റ് തൻ്റെ പ്രോപ്പർട്ടി ആയതിനു ശേഷം അതിൻ്റെ അകത്ത് വരുത്തുന്ന അഡീഷൻസിനും ഓൾട്രേഷൻസിനും ഉണ്ടാകുന്ന ക്യാപിറ്റൽ നേച്ചറിലുള്ള എല്ലാ എക്സ്പെൻഡിച്ചറും അതിനെയാണ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത്. വി വിൽ ഡിസ്കസ് എ പ്രോബ്ലം റിലേറ്റഡ് വിത്ത് ക്യാപിറ്റൽ ഗെയിൻ ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ. താങ്ക് യു.